So you bought Osmo like last year? No, I bought it in, I think this year, Feb, I guess. Feb. Oh. Yeah. സോ യെസ്റ്റർഡേ നൈറ്റ് എനിക്ക് നല്ലൊരു സ്ലീപ്പ് കിട്ടി. ഭയങ്കരമായിട്ട് ഞാൻ ഉറങ്ങി, നല്ല ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ. അതായത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടി. അങ്ങനെ മോർണിംഗ് എണീറ്റു. ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദെൻ ഐ ഷോട്ട് വീഡിയോ, റീൽ വീഡിയോ. ദെൻ കുറേ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് സൽമ വന്നു. സൽമയായിട്ട് സംസാരിച്ചു. സൽമ ഞാനിവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. ഷീ സോ നൈസ്, ഷീ സോ സ്വീറ്റ് ആൻഡ് നല്ല രസമാണ്. ഇങ്ങനെ സംസാരം കേട്ടിരിക്കാൻ നല്ല രസമാണ് സൽമയുടെ. അങ്ങനെ സൽമയായിട്ട് സംസാരിച്ചു. സൽമയായിട്ട് 2 മണിക്കൂർ സംസാരിച്ചു. സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ അപ്പോൾ സംസാരിച്ചതിനിടയിൽ നാളെ എന്തൊക്കെ ചെയ്യാം, ഇവിടെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുമായിരുന്നു. അതുപോലെ ഇനി ഞാൻ വിചാരിച്ചു ഐ ഗെറ്റ് റെഡി. എനിക്കൊരു കുഞ്ഞൊരു വീഡിയോയുടെ ബൈറ്റ് എടുക്കാനുണ്ട്, എനിക്കൊരു സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അത് കഴിഞ്ഞിട്ട് ഐ ഗെറ്റ് റെഡി ആൻഡ് ഐ ഗോ ടു ബുദ്. ബിക്കോസ് ഞാൻ ഇന്നലെ കുറച്ച് മസാജിൻ്റെ സ്ഥലങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. സോ അവിടെ പോയി മസാജ് ചെയ്യാം. യെസ് ഓക്കെ, അത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വാട്ടർഫോൾസ് ഉണ്ട് ഇവിടെ, അവിടെ പോകണമെന്നുണ്ട്. അല്ലാത്ത കുറേ കാര്യങ്ങൾ ഞാൻ നോക്കി, അതൊക്കെ എനിക്ക് ബോറടിക്കുന്നു തോന്നി. അപ്പോൾ വാട്ടർഫോൾസ് ഇറ്റ്സ് ഗോയിങ് ടു ബി നൈസ്, ഐ തിങ്ക് സോ. അപ്പോൾ അതിന് പോകണമെങ്കിൽ ഞാനങ്ങനെ ഒരുപാട് ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും നല്ലത് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതെ, അങ്ങനെ. സോ അതെ. ആൻഡ് അതുപോലെ ഇന്നലെ ഞാൻ ഉബുദിൽ പോയപ്പോൾ ഗ്രാബ് ബുക്ക് ചെയ്തപ്പോൾ, ഗ്രാബ് സ്കൂട്ടർ. ആൻഡ് അവിടെ ഒരു പെൺകുട്ടിയായിരുന്നു കേട്ടോ എന്നെ പിക്ക് ചെയ്യാൻ വന്നത് സ്കൂട്ടിയിൽ. ആൻഡ് അയ്യോ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ക്യൂട്ട് മാത്രമല്ല, ഭയങ്കര കൈൻഡായിട്ടാണ് സംസാരിക്കുന്നത്. ആൻഡ് ഷീ സജസ്റ്റഡ് മീ കുറേ പ്ലേസസൊക്കെ. നന്നായിട്ടുണ്ടായി. അതുപോലെ ഇന്ന് മോർണിംഗ് എനിക്ക് ഫുഡ് കൊണ്ടുവന്ന ചേട്ടനും എല്ലാവരും ഇവിടെ ഒരു സ്മൈലോടാണ് നമുക്ക് ഫുഡൊക്കെ തരുന്നതും നമ്മളെ കൊണ്ടുപോകുന്നതും. അത് നൈസായിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെ എല്ലാവരും ചൈതന്യ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ എൻ്റെ ഭയങ്കരമായിട്ടുള്ള ക്ലോസ് ഓൺസ് മാത്രമാണ് എന്നെ ചൈതു എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഗ്രാബ് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്തപ്പോൾ ഞാൻ പേര് ചൈതു എന്നാണ് കൊടുത്തത്. ഞാനത് ആക്ച്വലി മറന്നുപോയായിരുന്നു. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ആ കുട്ടി വന്നപ്പോഴേലും എന്നെ ചൈതു ഹായ് ചൈതു എന്നാണ് പറഞ്ഞത്. ഇന്ന് മോർണിംഗ് ചേട്ടൻ വന്നപ്പോഴും ചൈതു ഇന്നലെ നൈറ്റും ചൈതു. അപ്പോൾ ഞാൻ ആദ്യമേ വിചാരിച്ചു ഇവരെങ്ങനെ ചൈതു എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഓർത്ത് ഞാൻ ഗ്രാബ് സെറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നല്ലോ പേര് കൊടുത്തത്. പക്ഷേ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവർ ചൈതു വിളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പീസ്ഫുൾ ആയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ എന്താ പറയുക, ഒരു റഷും ഇല്ല. നമുക്ക് പതുക്കെ എല്ലാം ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് റഷൊന്നുമില്ല. പതുക്കെ മതി എല്ലാ കാര്യങ്ങളും. അതെ. ഇപ്പോൾ പോയത് വെനീസ ഈസ് ഫ്രം ജർമ്മനി ആൻഡ് ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ. വെനീസയുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഗ്ലോയിങ് ആണ്. ഓ മൈ ഗോഡ്, ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ. പോയി ഇപ്പോൾ അതെ.
അപ്പോൾ അങ്ങനെ ഭയങ്കര പീസ്ഫുൾ, ഒരു റഷും ഇല്ല, എല്ലാം പതുക്കെ മതി, സമയമെടുത്ത്. ആൻഡ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മേ ബി എനിക്ക് ഇനി വരുമ്പോൾ എനിക്ക് തിരിച്ച് നാട്ടിലെത്തിയിട്ട് ഇങ്ങനെ ചെയ്യണം എന്നുണ്ട്. ബട്ട് അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. സറൗണ്ടിങ്സ് മാറിയത് കൊണ്ടായിരിക്കും, ഞാൻ എപ്പോഴും അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നതുകൊണ്ടായിരിക്കാം, ഐ ഡോണ്ട് നോ. ബട്ട് ഭയങ്കര രസമുണ്ട്. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇനിയും ഞാൻ ഇവിടെ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ നിന്ന് 6:30 ഇറങ്ങണം എന്നാണ്, ഐ മീൻ 5:30 ഇറങ്ങണം. ഓ മൈ ഗോഡ്, 5:30 ഇറങ്ങണം എന്നാണ്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങത്തില്ല. ഈ ഈ ക്ലിപ്പാണെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു. ഇതിന് മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത് മൈക്ക് ഓൺ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെയും കൂടെ ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ച് സംസാരിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പോയി റെഡി ആയിട്ട് ഞാൻ അടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പോകട്ടെ. ബൈ. ഇന്നലെ എനിക്കൊരു പ്രോപ്പർ എൻഡിങ് കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഐ വാസ് സോ ടയേർഡ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നു നല്ല ടയേർഡായിരുന്നു എൻഡായപ്പോഴത്തേക്കിനും. പിന്നെ ഇന്ന് ഞാൻ പോവാണ് വേറെ സ്ഥലത്തേക്ക്. സോ അതിൻ്റെ പ്ലാനിങ്, അവിടെ എത്തേണ്ടത് ഒരു ഐലൻഡിലേക്കാണ് പോകുന്നത്. സോ അവിടെ എത്തേണ്ടത് എങ്ങനെയാണ്, തിരിച്ചു വരേണ്ടത് എങ്ങനെയാണ്, അതെനിക്കറിയത്തില്ലായിരുന്നു. സോ അതിൻ്റെ കുറേ ഓട്ടങ്ങൾ അങ്ങനെ ഇന്നലെ പോയി. അപ്പോൾ ഐ തോട്ട് ഇന്ന് ഇപ്പോൾ രാവിലെ എണീറ്റ് പാക്കൊക്കെ ചെയ്ത് ഞാനൊരു 9 o'clock ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുക. അതിന് മുന്നേ ഐ തോട്ട് ഓക്കെ ഒരു എൻഡിങ് എടുത്ത് ഉബുദിനെ പറ്റി പറയാം. ഉബുദ് സോ പീസ്ഫുൾ, ലൈക്ക് ഭയങ്കര പീസാണ് ഇവിടെ. നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള നൈറ്റ് ലൈഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ അടിച്ചു പൊളിച്ച് അങ്ങനെയല്ല. നിങ്ങൾക്ക് കാമായിട്ട് ഒന്ന് മൈൻഡ് ഭയങ്കര പീസാക്കണമെങ്കിൽ യു ക്യാൻ കം ടു ഉബുദ്. ഇവിടെ കൂടുതലായിട്ട് എന്താ ഉള്ളത്, ഇവിടെ ഒരു മങ്കി ഫോറസ്റ്റ് ഉണ്ട്. ആ മങ്കീസ് ഭയങ്കര അഗ്രസീവാണ്. ആരും അവരെ അങ്ങനെ പഠിപ്പിച്ചതെന്ന് അറിയില്ല. നമ്മുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുക, എന്നിട്ട് നമ്മൾ അവർക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുമ്പോഴാണ് അവരത് തിരിച്ചു തരുന്നത്. ഓക്കെ,
അങ്ങനെയുള്ള ഇതുണ്ട്. പിന്നെ കുറേ വാട്ടർഫോൾസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അഡ്വെഞ്ചർ മൈൻഡുള്ള ഒരാളാണെങ്കിൽ, അങ്ങനെ ഒരു മൈൻഡുള്ള ഒരാളാണെങ്കിൽ ATV അതൊക്കെ ട്രൈ ചെയ്യാം. പിന്നെ ഹീലിങ്ങിൻ്റെ ഇതുണ്ട്. എനിക്ക് ഹീലിങ്ങിൻ്റെ ഒരു പ്ലേസ് ഉണ്ട്, അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതൊരു 2-3 മന്ത്സിലേക്ക് ഓൾറെഡി ബുക്ക്ഡ് ആണെന്നാണ് പറയുന്നത്. സോ ഐ തോട്ട് നെക്സ്റ്റ് ടൈം ഞാൻ ബാലിയിൽ വരുമ്പോൾ അത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് ഞാൻ വരാമെന്ന് വിചാരിച്ചു. എനിക്കത് അറിയില്ലായിരുന്നു. ടു ബി ഓണസ്റ്റ്, ഞാൻ അവരുടെ എന്താ പറയുക, ഇൻസ്റ്റഗ്രാം പേജ് കണ്ടിട്ടേ ഉള്ളൂ. ആ പേജിൽ ഭയങ്കരമായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. നല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ അത് എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി, ലൈക്ക് അത് വർക്ക് ആകുമോ, അതെങ്ങനെയാണ് സംഭവം എന്ന് അങ്ങനെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. ആൻഡ് അതിൻ്റെ പ്രൈസും കുറച്ച് ഹൈ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നെക്സ്റ്റ് ടൈം എന്തായാലും ഇപ്രാവശ്യം ബുക്കിംഗ് പോയി, അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ബിക്കോസ് ഞാൻ കുറേ പേരുടെ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ബാലിയിൽ വന്നതിൻ്റെ ഈ ഹീലിംഗ് പ്ലേസിനെ പറ്റി. അപ്പോൾ വർക്ക് ആവുമെന്നൊന്ന് നോക്കണം. അതൊക്കെയാണ് ഉബുദിലുള്ളത്. പിന്നെ എനിക്ക് കുറേ ഒന്നും കവർ ചെയ്യാനേ പറ്റിയിട്ടില്ല. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാനിങ്ങനെ നടക്കുമായിരിക്കും. അപ്പോൾ എനിക്കെപ്പോഴും ക്യാമറ ഇങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ കുറേയൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല. ബട്ട് ഉബുദ് ഈസ് നൈസ്, സോ പീസ്ഫുൾ. അപ്പോൾ ഞാനിവിടെ ഒരു അബു എന്ന് പറയുന്നൊരു പുള്ളീനെ പരിചയപ്പെട്ടത്. അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ ഹി വാസ് ലൈക്ക് ഉബുദ് ഈസ് നൈസ്, ബട്ട് കുറേയും കൂടെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ശ്രീലങ്ക ശ്രീലങ്ക ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ശ്രീലങ്കയും എൻ്റെ ലിസ്റ്റിൽ കയറി. ശ്രീലങ്ക ഞാൻ ഇങ്ങനെ പറയായിരുന്നു, ശ്രീലങ്ക അബു വഴിയാണ് ശ്രീലങ്കനെ പറ്റി കൂടുതൽ അറിഞ്ഞത്. ബട്ട് എനിക്ക് പോകണം എന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഉബുദിൽ വന്നിട്ട് സാധനങ്ങൾ വാങ്ങണം, ഉബുദ് മാർക്കറ്റിൽ പോയി വാങ്ങണം എന്നൊക്കെ വെച്ചാൽ ബി അലേർട്ട്. ബിക്കോസ് കുറേ സ്കാമേഴ്സ് ഉണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാനൊരു ടോപ്പ് കണ്ടു, എനിക്ക് ആ ടോപ്പ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഐ തോട്ട് എനിക്കത് വേണമെന്ന് തോന്നി. അത് ആക്ച്വലി അവർ ആദ്യമേ പറഞ്ഞ റേറ്റ് എന്നൊക്കെ പറയുന്നത് 300, ഇവിടെ 3,00,000 അങ്ങനെയാണ് പൈസ ഉള്ളത് ഐഡിയയിൽ. അത് കുറച്ച് എക്സ്പെൻസീവ് അല്ലേ? അപ്പം ഞാനിങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സൽമ ഉണ്ടായിരുന്നു ഷോപ്പിങ്ങിന് പോയപ്പോൾ. ഇപ്പോൾ സൽമ വാസ് ലൈക്ക് 50 ആൻഡ് ലാസ്റ്റ് അവർ 50ക്ക് അത് തന്നു. അതുപോലെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇങ്ങനെ ഇത് വർക്ക് ആവും, ഞാൻ എന്ത് ഡംപാണ്, ഇതിനെക്കുറിച്ച് എന്താ ചിന്തിക്കാഞ്ഞത്. ബാർഗെയിനിങ് കാര്യം അത്ര ഇല്ല ടോപ്പ്, ആക്ച്വലി ഇച്ചിരി ഉള്ളൊരു ടോപ്പാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു എന്താ 300 ഇത്ര. അതുപോലെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഒരു ലിനൻ പാൻറ്റ് ഞാൻ വാങ്ങിയതിന് ഒരു സ്ഥലത്ത് പോയപ്പോൾ അവർ 350 ജസ്റ്റ് ഇങ്ങനെ പ്രൈസ് പറയാം 350. വേറെ ഒരു സ്ഥലത്ത് നിന്ന് 350 എന്ന് പറഞ്ഞാൽ നമ്മുടെ 350 റുപ്പീസ് അല്ല. വേറെ ഒരു സ്ഥലത്ത് പോയി അതേ സെയിം പാൻറ്റിന് 250. അപ്പോൾ ലാസ്റ്റ് പ്രൈസ് ചോദിക്കുമ്പോൾ 150, പെട്ടെന്ന് 100 പോകുന്നത്. സോ ബി അലേർട്ട്. ഇവിടുത്തെ ആൻറ്റിമാരൊക്കെ നല്ല രസമാണ്. ലൈക്ക് അവരിങ്ങനെ സംസാരിക്കും, അയ്യോ യു ലുക്ക് സോ പ്രിറ്റി, സോളോ ആണോ വന്നത് എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ ഗ്രാബിൻ്റെതായാലും പീപ്പിൾ ആർ സോ വെൽക്കമിങ്, സോ വാം. അതെ, അങ്ങനെ. സോ ഐ മിസ് ഉബുദ്. ബട്ട് ഉബുദിൽ ഞാനിവിടെ പരിചയപ്പെട്ടവരെ ഐ എം റിയലി ഗോണ മിസ്. ബിക്കോസ് അടിപൊളിയായിരുന്നു. ഇപ്പോൾ നൈറ്റ് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഞാനിവിടെ വരുമ്പോൾ കിച്ചൺ ഏരിയയിൽ എല്ലാവരും കാണും. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക. ചിലപ്പോൾ ഞാനൊന്നും കേട്ടിട്ടില്ലാത്ത ടോപ്പിക്സിനെയൊക്കെ പറ്റി സംസാരിക്കും. ബട്ട് നല്ല രസമായിരുന്നു സംസാരിച്ചിരിക്കാൻ. എല്ലാവർക്കും പല ലൈക്ക് എന്താ പറയുക, ഇതാണ്. ഒരാൾ ഭയങ്കര എനർജറ്റിക് ആണെങ്കിൽ ഒരാൾ ഭയങ്കര കാമാണ്. അങ്ങനെ ഇറ്റ് വാസ് നൈസ്. അപ്പോൾ ഇനി ഞാൻ പോയി അടുത്ത സ്ഥലത്തേക്ക് പോകട്ടെ. ആൻഡ് ഹോപ്പ് യു ഗൈസ് ഓൾസോ എൻജോയ്ഡ് ദ വ്ളോഗ്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് എ വ്ളോഗ്, ബട്ട് സ്റ്റിൽ ഞാൻ അങ്ങനെ ഒന്നും കവർ ചെയ്തിട്ടില്ല. ഞാൻ കുറേ സ്ഥലങ്ങൾ കാണിക്കുക. ദെൻ ഐ തോട്ട് ഐ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. അതെ, ഓക്കെ, ബൈ.